അതാണ് കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന കാര്യം. അപ്പൊ പൗലോസ് പറയുന്ന അതുകൊണ്ട് എന്നുള്ള പദം വെച്ചുകൊണ്ടാണ് ഞാനൊരു പോയിന്റ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റവർ ആകൊണ്ട്, ചേർന്ന് പറഞ്ഞാട്ടെ, നമ്മളെല്ലാവരും മരിച്ച്, പാപത്തിൽ മരിച്ച് ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. പറഞ്ഞാട്ടെ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാണ്, ജീവിക്കുന്നവരാണ്. അപ്പൊ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരുടെ ദൗത്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ശ്രീ അച്ചായന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ എല്ലാം പറയാനില്ല. യേശുവിനെ പോലെ ആയി തീരുക എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോൾ ആകുന്ന പരിപാടിയല്ല. അതിന് നമ്മൾ ത്യാഗമുണ്ടാകണം, സാക്രിഫൈസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതിന് സമർപ്പണം ഉണ്ടാകണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. നമുക്ക് വിലവിട്ടതിനേക്ക് ചിലതിനെ വിട്ട് കളഞ്ഞെങ്കിൽ യേശുവിനോടെ പോലെ ആകുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇപ്രകാരമാണ്: നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? യേശുവിനെ പോലെ ആകുവാൻ കഴിയത്തില്ലെന്ന് ഒരു വിശ്വാസി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ അവന്റെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾപ്പാൻ തയ്യാറല്ല എന്നാണ് അർത്ഥം. കാരണം യേശു പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല. ഏറ്റവും പരമപ്രധാന വിഷയമെന്ന് ഇന്നലെ ഞാൻ ഓർപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? എനിക്കും നിങ്ങൾക്കും നിത്യതയ്ക്ക് ഒരുക്കത്തിൽ താമസിക്കേണ്ടതിന് യേശുവിനെ പോലെ ഭൂമിയിൽ ഫോർമേഷൻ ചെയ്യുക എന്നൊരു വലിയ പരിപാടിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്, അല്ലെ? അപ്പൊ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ അതുപോലെ നമുക്ക് സന്തോഷം ഉണ്ടാകണം, അല്ലെ? നമ്മുടെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്നത്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? ആ സന്തോഷം കാണാൻ നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശു നമ്മളെ വിടുവിച്ച് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കയറി ചെല്ലുവാൻ നമുക്കൊരു അവസരം ലഭിച്ചതാണ്. ഒരിക്കൽ നമ്മൾ നശിക്കപ്പെട്ടവരായിരുന്നു, ഒരിക്കൽ നമ്മൾ തള്ളപ്പെട്ടവരായിരുന്നു, ആർക്കും ഉപകാരമില്ലാത്തവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം എന്നെയും നിങ്ങളെയും ജീവിപ്പിച്ചത് കൊണ്ട് ഇന്ന് ആ നന്മയിൽ നടക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. എന്താണ് അടുത്തത്? അതുകൊണ്ട് നമ്മൾ വായിച്ചാട്ടെ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പ്ലീസ്. ഒന്നാം വാക്യവും 2-ാം വാക്യവും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു. ശ്രദ്ധിക്കുക, ഉയർത്തെഴുന്നേറ്റവരാകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മൾ. ഓക്കെ, ഇനി വായിച്ചു. ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അടുത്തത് ഭൂമിയിലുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരായ നമ്മളോട് പൗലോസ് പറഞ്ഞത്. എന്തൊക്കെയാ? നമ്മൾ ഉയർത്തവരല്ലേ? എങ്ങനെയാ ഉയർത്തത്? പിതാവായ ദൈവം യേശുവിലൂടെ നമ്മളെ ഉയർത്തു. യേശുവിനെ പോലെ ആയി ജീവിക്കുന്ന നമ്മളോട് വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാകെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ, വിശുദ്ധന്മാരെ പോലെ, ദൈവത്തിന് പ്രിയരായ പോലെ ജീവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യം എന്താ? ഒന്ന്, ഉയരത്തിലെ അന്വേഷിക്കണം. ചേർന്ന് പറഞ്ഞാൽ ഉയരത്തിലേത് അന്വേഷിക്കണം. നിങ്ങൾ ചേർന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷം പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ. പറഞ്ഞാല് ഉയരത്തിലേത് അന്വേഷിക്കണം. എന്നിട്ട് അന്വേഷിച്ചത് കണ്ടെത്തിയതിൽ ചിന്തിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞു? ഒന്ന് വായിച്ചു പോലെ ശ്രദ്ധിച്ചു വായിച്ചാ പറഞ്ഞു. ഭൂമി അല്ല, 1-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ചാൻസ്. ക്രിസ്തു എവിടെയാണ്? ദൈവത്തിന്റെ വലതുഭാഗം. അപ്പൊ യേശു എവിടെയാണ് ഇപ്പോൾ? ഭൂമിയിൽ അല്ല, നിത്യമായ സ്വർഗാദി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് എന്ത് ചെയ്യണം? അപ്പൊ എന്റെ ഒരു ചോദ്യം, എന്തൊക്കെയോ
ആ സ്ഥലത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ നോട്ടം ഭൂമിയിലേക്കുള്ളത് മാറ്റിവെച്ചിട്ട് സ്വർഗത്തിലേക്കൊന്ന് കണ്ണുയർത്തിയാൽ അവിടെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളെ കാണുവാൻ കഴിയും. അത് നിങ്ങൾ അന്വേഷിക്കണം. പക്ഷെ പ്രോബ്ലം എവിടെയാണ്? ഉയർത്തെഴുന്നേറ്റു എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണ്? നിങ്ങൾ എങ്കിലും പൗലോസ് പറഞ്ഞെന്താ? നിങ്ങൾ ഭൂമിയിൽ ഉള്ളതിനോട് കൂടെ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. രണ്ടാം ഭാഗത്തിൽ തർച്ചനം പറയുകയാണ്. എന്താ പറയുന്നത്? ഭൂമിയിലുള്ളത് അല്ല. അതിനർത്ഥം ഭൂമിയിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കുന്നവർക്ക് സ്വർഗത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവം മനസ്സിലായില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും അശുദ്ധനെ പോലെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടും നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത്. കാരണം എന്താ? ഉയരത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒരു അശുദ്ധനും ആ സ്വർഗത്തിലില്ല. ഹലോ, ആരില്ല? ഒരശുദ്ധനും നിത്യമായ പിതാവിന്റെ ഭവനത്തിൽ പുത്രനായി യേശു ഇരിക്കുന്നിടത്തില്ല. പൗലോസി എന്താ ഞാൻ അന്വേഷിക്കേണ്ടത്? പൗലോസ് ഇങ്ങനെ പറയും: നീ ഉയരത്തിലെ അനീതി കാണാതിരിക്കുന്നിടത്തോളം ഉയരത്തിലുള്ള വിശുദ്ധിയെ കാണുമ്പോൾ ഈ ഭൂമിയിൽ നീ നല്ലവനായി മാറേണ്ടതിന് ഉയരത്തിലെ അന്വേഷിക്കണം. ഉയരത്തിൽ എന്തുണ്ട്? ഒന്ന് പറഞ്ഞാട്ടെ, പിതാവുണ്ട്. അല്ലേ? എന്തുകൊണ്ട് പറഞ്ഞാട്ടെ? അപ്പൊ പിതാവിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്താ അന്വേഷിക്കേണ്ടത്? പറഞ്ഞാട്ടെ, പിതാവിനെ കുറിച്ച് നമ്മൾ എന്തന്വേഷിക്കണം? ഹലോ, ദൈവവചനം പറയുന്നു സ്വപുത്രനെ നൽകുവാൻ തക്കവണ്ണം. അപ്പൊ അത് പഠിക്കണം. സ്വപുത്രനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ച പിതാവാണത്. ആരാലും സ്നേഹിക്കപ്പെടാതിരുന്ന സമയത്ത്, നരകം എന്നെ മാടി വിളിച്ച സമയത്ത്, പിശാച് എന്റെ വീട്ടിൽ കുടിയേറിയ സമയത്ത്, ആരും എന്നെ രക്ഷിപ്പാനില്ലായിരുന്ന സമയത്ത് എന്റെ പിതാവിന്റെ സ്നേഹം കടന്നു വന്നതുകൊണ്ട് ഞാനിതാ നല്ലവനായി. അപ്പൊ ആ പിതാവിന്റെ സ്നേഹം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. രണ്ട്, യാക്കോബിന്റെ ലേഖനം പറയുന്നു എല്ലാ നല്ല ദാനങ്ങളും എവിടുന്നാ വരുന്നത്? ഉയരങ്ങളിലെ വെളിച്ചങ്ങളുടെ പിതാവ്. ആർക്കൊക്കെ നല്ല ദാനങ്ങൾ വേണം? ആർക്കും വേണ്ടി? എടാ, ഞാൻ പറയുന്നത് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. വിലമതിക്കാനാവാത്ത നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നന്മയുടെ ഫലമായ ദൈവത്തിന്റെ അവകാശത്തിൽ ഇരിക്കുന്നതായ ചില നല്ല കാര്യങ്ങൾ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ആ സ്വർഗത്തിലുള്ള നല്ല ദാനങ്ങളെ കണ്ടെങ്കിലേ ഈ ഭൂമിയിലുള്ള ചില്ലറ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കണ്ടുവെക്കാതിരിക്കത്തുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോ. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ അന്വേഷിച്ചവർ എന്തിനെ കുറിച്ച് ചിന്തിക്കണം? ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. എങ്ങനെ ചിന്തിക്കണം? കർത്താവേ, ആ സ്നേഹം എന്നിൽ. ഹലോ, എന്താ ചിന്തിക്കേണ്ടത്? ഉയരത്തിൽ എന്തുണ്ട്? പിതാവിന്റെ സ്നേഹമുണ്ട്. പറഞ്ഞാൽ പിതാവിന്റെ. അപ്പൊ എന്താണ് പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ? ആ പിതാവിന്റെ സ്നേഹം മറ്റുള്ളവരിൽ ഉണ്ടോ എന്നല്ല. പറഞ്ഞാട്ടെ, ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പെട്ടപ്പോൾ എന്റെ അകത്ത് ആ സ്നേഹമുണ്ടോ?
എന്താ സ്നേഹത്തിന്റെ പ്രത്യേകത? പറഞ്ഞാൽ എന്താ സ്നേഹത്തിന്റെ പ്രത്യേകത? പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞ എന്താ? അളവില്ലാത്തത്, അൺകണ്ടീഷണൽ. ഇങ്ങനെ വേണം പറയാം. കുത്തിക്കൊല്ലുവാൻ വരുന്നവനെ പോലും അതാ ദൈവസ്നേഹം. അത് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് പൗലോസ് പറയുന്നത്. ഇനി നല്ല ദാനങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. നമുക്ക് എത്ര ദാനം ഉണ്ടെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? കിട്ടിയ നല്ല ദാനങ്ങൾ. ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എനിക്ക് എഫെസ്യർ ലേഖനം എടുത്താട്ടെ, 1-ാം അധ്യായം. ഇത് കേട്ടോ, 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ? ഓൾറെഡി എത്ര പേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വേണേ പറയാം. നിത്യതയെ കുറിച്ച്, പിതാവായിരിക്കുന്ന ആ ഇടത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ, പുത്രനായ ദൈവത്തിന്റെ കസ്റ്റഡിയിലുള്ള സർവ്വവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഉയർത്തെഴുന്നേൽക്കപ്പെട്ട നമ്മളിൽ യേശു ക്രിസ്തു മൂലം പിതാവ് നൽകിയിട്ടുണ്ട്. എത്ര പേര് കാണാറുണ്ട്? നമ്മളെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ എന്താ പറയുന്നത്? കർത്താവ്, എനിക്കത് കിട്ടിയില്ല, എനിക്കത് ശരിയായില്ല, ഇനി എനിക്ക് എപ്പോൾ ലഭിക്കും? ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? എടാ, ലഭിച്ചെന്നേ പറഞ്ഞാട്ടെ, എനിക്ക് ലഭിച്ചെന്നേ. അങ്ങനെയല്ലേ? ഒന്നുകൂടെ വായിച്ചേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. സർവം, സർവ്വതാണോ ശകലം എന്നാണോ? ശകലമല്ല പറഞ്ഞേ, സർവം. ആരിലൂടെ കിട്ടി? ആർക്കാ കിട്ടിയത്? നമുക്കെന്ന് പറഞ്ഞ ആർക്ക്? ഉയർപ്പിന്റെ സാധാ വന്നു പോകലിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉയർപ്പിന്റെ ശക്തിയിൽ, ഉയർപ്പിന്റെ അനുഭവത്തിൽ, ഏത് പരിസ്ഥിതിയിലും യേശുവിനെ ഭാരമേറി നടക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സർവ്വവിധ അനുഗ്രഹങ്ങളുമുണ്ട്. അതാ പൗലോസ് പറഞ്ഞത്, എനിക്ക് ഈ ഭൂമിയിലുള്ളതൊന്നും എന്തായി തോന്നുന്നില്ല. അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞത്? പൗലോസ് എന്താ പറഞ്ഞേ? ഈ ഭൂമിയിലുള്ളതൊന്നും എനിക്ക് ലാഭമായതൊന്നും എന്താ പറഞ്ഞത്? ഛേദമെന്ന് ഞാൻ. അടുത്തൊരു ഭാഷ പറയാണ്, അവൻ അത് കച്ചറ എന്ന് എണ്ണുവാനിട. അപ്പൊ ഞാൻ പൗലോസോട്, പൗലോസേ, എന്തുകൊണ്ടാണ് കച്ചറ എന്ന് എണ്ണാനിടയായത്? പൗലോസ് പറയും, പണ്ട് ഈ കച്ചറയെല്ലാം എനിക്ക് ലാഭമായിരുന്നു, എന്നാൽ ഈ കച്ചറയേക്കാൾ അനുഗ്രഹമായതിനെ നിത്യതയിൽ ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ എല്ലാ നന്മകളും അതിന് മുമ്പിൽ വെറും കച്ചറയാ. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെയുള്ളവരെ ഉയർത്തെഴുന്നേറ്റവർ ഈ ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട്, ഈ ലോകത്തിന്റെ അവകാശത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സമ്പാദ്യത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, ഞാൻ ഈ ലോകക്കാരനല്ലെന്നേ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് ചിന്തിക്കണം? ഞാൻ നിത്യതയിലുള്ള എനിക്ക് ദൈവം തന്നിരിക്കുന്ന സർവദാനങ്ങളും സർവ ആത്മീയ അനുഗ്രഹങ്ങളും എന്നിൽ ഉണ്ട് എന്ന് ഓരോ ദിവസവും ചിന്തിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രശ്നം പിശാച് കൊണ്ടുവരുമ്പോ പറയണം, എടാ, സ്വർഗത്തിന്റെ അവകാശം എന്റെ കയ്യിൽ ഉണ്ടെന്നേ. ഏതെങ്കിലും ഒരു തടസ്സ വഴി കാണുമ്പോ പറയണം, സ്വർഗത്തിലെ ദാനം എന്നിൽ ഉണ്ടെന്നേ. അങ്ങനെയല്ലേ വിശുദ്ധന്മാര് ജീവിച്ചത്? അവരൊന്നും ഇങ്ങനെ കണ്ട് ഭാരപ്പെട്ട് പേടിച്ച് മാറി നിന്നതായി ചരിത്രമില്ല. മരണത്തിന്റെ മുമ്പിലും നെഞ്ചു വെച്ചു എടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ഗണം അവർക്ക് എന്തോ അനുഗ്രഹമായത് ഓൾറെഡി കയ്യിൽ കിട്ടിയതേ. എത്ര പേർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്? കർത്താവ്, എനിക്ക് ഒന്നും കിട്ടാനില്ല, എല്ലാം എന്നിലുണ്ട്. ആ ഒരു സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്? അത് നഷ്ടത്തിന്റെ ബോധമാണ് വേണ്ടത്. എങ്ങനെ വേണം പാസ്റ്ററെ? നഷ്ടബോധമാണ് ലഭിച്ചവരുടെ സന്തോഷമാണ്. നമ്മൾ പരാതി പറയുന്നത് ആരാ? ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയാത്തവൻ.
ഇസ്രായേൽ ജനം സർവ്വവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിന് ശേഷവും ഓരോ സ്റ്റെപ്പിലും എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഈജിപ്ത് മതിയായിരുന്നേ. എടാ, ഇങ്ങനെയല്ലേ നമ്മുടെ കാര്യങ്ങളും? ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ ദൈവത്തോടുള്ള അപേക്ഷയ്ക്കും ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് പിറുപിറുക്കാറില്ലേ? അതിനർത്ഥം പൗലോസ് പറയുകയാണ്, നീ ഒരിക്കലും നിന്നിലുള്ള സ്വർഗത്തിലെ നന്മകളെ കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പൊ നമ്മളിൽ എന്തുണ്ട്? എല്ലാം ഉണ്ട്. പറഞ്ഞാട്ടെ, എല്ലാം ഉണ്ട്. ചേർന്ന് പറയുന്ന ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറ. എവിടെ ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞു എല്ലാം ഉണ്ട്. എന്താണെന്നറിയാവോ? അങ്ങനെ ഉള്ളവനാണ് വിശ്വസിക്കാൻ, ജീവിക്കാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെ രാജാവിന്റെ മക്കളാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മള്? രാജകുമാരന്റെയും രാജകുമാരിയുടെയും പ്രൗഢിയിലിരിക്കണം. അല്ലേ? ആണോ അല്ലയോ? നമ്മുടെ യേശു ആരാ? നമ്മുടെ യേശു ആരാ? രാജാതി എല്ലാവരും ചേർന്ന് ആരാ യേശു? കിങ് ഓഫ് കിങ്സ്. അപ്പൊ ആ യേശുവിന്റെ മക്കൾ നമ്മൾ ആരാ? അതുകൊണ്ടാണ് ദൈവവചനം ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നീതിമാൻ, ശ്രദ്ധിച്ചേക്ക, നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് ഞാൻ എന്റെ ജീവകാലത്ത് കണ്ടിട്ടില്ല. കാരണം ഞാൻ രാജാവിന്റെ മകനാ. അതിനർത്ഥം ഞാൻ ചോദിക്കുന്നതിന് മുന്നമേ, ഞാൻ നിരക്കുന്നതിന് മുന്നമേ എന്റെ അപ്പൻ എനിക്ക് ഭണ്ഡാരത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ഇല്ല എങ്കിൽ ഈ മകൻ നിങ്ങളുടെ അകത്ത് കയറട്ടെ. ചില തെറ്റുധാരണകളെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ വീടിനകത്തേക്ക് ഈ ദൈവത്തിന്റെ ഫലമേകി വരട്ടെ. ഇതാ ദൈവം. ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത്, അതിനെ നോക്കി ജീവിക്കണം. അതാ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണെന്നറിയാവൂ? ഇവിടത്തെ കാര്യമാണ്. അതുകൊണ്ട് എന്താ, ഇവിടത്തെ കാര്യം ചിന്തിക്കുമ്പോൾ സന്തോഷമാണോ വരുന്നത്, ദുഃഖമാണോ? പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വരുന്നത്? എന്നെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ദുഃഖമേ വരത്തുള്ളൂ. കാരണം എന്താ, ഇന്നും ഇപ്പോഴും അപ്ഡേറ്റ് കിട്ടി, അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത നിലയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കലുഷിതമായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? നിങ്ങൾ ദുഃഖം വരുന്നില്ലേ? ഇനി കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുന്ന സമയം, കുഞ്ഞുങ്ങളുടെ ബുക്സ് മേടിക്കുന്ന സമയം, വാടക കൊടുക്കുന്ന സമയം, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ സന്തോഷം വരും. ഇനി പോട്ടെ, നിങ്ങളുടെ എല്ലാ ലാൻഡ്ലോഡ്, വീട് സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാര്, വാടകയ്ക്ക് താമസിക്കുന്നവരെ ഇന്ന് രാത്രി വിളിച്ചിട്ട് പറയാ, ഒരു 200 പൗണ്ട് അടുത്ത മാസം മുതൽ കൂട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കൂ? കാരണം ഇതെല്ലാം ഭൂമിയിലെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സു വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്, വിശ്വാസം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്, എല്ലാം നമുക്ക് വേണ്ടി ചേർത്ത് വെച്ച് നിത്യതയെ കുറിച്ച് ദർശിക്കുക. അവിടെയാണ് ദൈവവിജയം. അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കാതെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. എത്ര പേര് അങ്ങനെ സ്തുതിക്കും? ഇല്ല എന്ന്, എനിക്ക് അതില്ല, ഇത് കിട്ടിയില്ല, എന്റെ വീട് കിട്ടിയില്ല, എന്റെ വീട്ടിൽ ഇത് നടന്നില്ല, അതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട വിശ്വാസിയെ പോലെ തിരിച്ചു പറ, എനിക്കെല്ലാം ഉണ്ട്, എന്റെ അപ്പൻ രാജാവാ. രാജാവിന്റെ മക്കളാണെങ്കിൽ അതിന്റെ പ്രൗഢി ഉണ്ടാകണമെന്ന്. എന്റെ നടപ്പിൽ, എന്റെ അഹങ്കാരമല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ആ സ്റ്റാൻഡേർഡ് നിലനിർത്തണം. അതാ ദൈവസഭ. അതാ ഉയരത്തിലേക്ക് കണ്ണുകൾ വെച്ചിരിക്കുന്നവർ, ഉയരത്തിലെ വിഷയങ്ങൾ ചിന്തിച്ചിരിക്കുന്നവർ. ഭൂമിയിൽ നമുക്ക് എന്തും വരട്ടെ. നീ അങ്ങനെ പറയാ, എന്റെ ശരീരം ക്ഷയിച്ചാലും, യോ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ശരീരം ഈ വ്രണത്താൽ ക്ഷയിച്ചാലും ദേഹം സഹിതനാൽ ഞാൻ എന്റെ ദൈവത്തെ കാണും. കരയുമെന്നാണോ പറഞ്ഞേ?